സർവത്തിനു മുൻപേയുള്ളവനും സകലത്തിനും ആധാരവുമായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. വിശുദ്ധ വചനത്തിൽ ഇങ്ങനെ പറയുന്നു. 1 ശമൂവേൽ 1-ാം അധ്യായത്തിൽ എൽക്കാനയുടെ ജീവിതത്തെ പ്രകീർത്തിക്കുന്നുണ്ട്. അതിൽ ഹന്നയുടെ പ്രാർത്ഥനയെക്കുറിച്ച് വചനം ഇങ്ങനെയാണ് പറയുന്നത്. ഹന്ന ആണ്ടുതോറും ആലയത്തിൽ പോകുമായിരുന്നു. എന്നാൽ മക്കളില്ലാത്ത വിഷമം തന്നെ അധികം അലട്ടിയിരുന്നു. താൻ യഹോവയോട് കരഞ്ഞപേക്ഷിക്കുന്നതായിട്ട് വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തൻ്റെ പ്രിയ ഭർത്താവ് എൽക്കാന ഹന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നിനക്ക് മക്കളെക്കാൾ അധികമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലയോ? നിനക്ക് എന്ത് വിഷമമുണ്ടായാലും അതിനേക്കാൾ അധികമായി ഞാൻ സ്നേഹിക്കുന്നില്ലയോ? എന്നിരുന്നാലും പുറമേയുള്ള പ്രലോഭനങ്ങൾ കൊണ്ടും മറ്റു വിഷയങ്ങൾ കൊണ്ടും ഹന്ന അധികം വിഷമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയും ആ വിഷമത്തെ ദൈവത്തോട് അറിയിക്കുവാൻ ഹന്ന മടിച്ചിരുന്നില്ല. മാനുഷികമായ കരുതൽ കിട്ടിയിട്ടും മാനുഷികമായ തലോടൽ തൻ്റെ ഭർത്താവിൽ നിന്ന് ലഭിച്ചിട്ട് പോലും അധികമായ വിഷമം താൻ അറിയിച്ചത് ദൈവത്തെയായിരുന്നു. അവിടെ മനസ്സുകൊണ്ട് ദൈവത്തോട് സംസാരിക്കുന്ന ഒരു ഹന്നയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1 ശമൂവേൽ 1-ാം അധ്യായത്തിൽ 13-ാമത്തെ വാക്യത്തിൽ ഹൃദയം കൊണ്ട് ദൈവത്തോട് സംസാരിക്കുന്ന ഒരു ഹന്ന, കരഞ്ഞ് വിഷമിച്ച് ദൈവത്തോട് തൻ്റെ ആവശ്യത്തെ അറിയിക്കുന്ന ഒരു ഹന്നയെ അവിടെ കാണുവാനായിട്ട് സാധിക്കും. കേവലം 1-2 പ്രാവശ്യം പ്രാർത്ഥിച്ച് തൻ്റെ ആവശ്യത്തെ അറിയിച്ചിട്ട് അത് ലഭിക്കാത്തത് കൊണ്ട് വിട്ടുപോകുന്ന ഒരു വ്യക്തിയെ അവിടെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ഹന്നയുടെ ജീവിതം നമുക്ക് ഒരു പാഠമാണ്. താൻ എപ്പോഴൊക്കെയും ആലയത്തിൽ പോകുമ്പോഴും ദൈവത്തോട് തൻ്റെ ആലോചനയെ അറിയിക്കുമ്പോൾ, ദൈവത്തോട് തൻ്റെ ഹൃദയത്തെ തുറക്കുമ്പോൾ കരഞ്ഞുകൊണ്ടല്ലാതെ ഹന്നയ്ക്ക് തുറക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അവിടെ ഇങ്ങനെ കാണുന്നു. ഏലി പ്രവാചകൻ പറയുന്നുണ്ട്, നീ യഹോവയോട് കഴിച്ച ആലോചന നിനക്ക് നിവൃത്തി വരട്ടെ. 1-ാമത്തെ അധ്യായം 1-ാം വാക്യം മുതൽ 16 വരെ ഹന്ന കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ 18-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം ഒന്ന് നോക്കിക്കേ. അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. തനിക്ക് പൈതലിനെ കിട്ടിയിട്ടല്ല, പക്ഷേ തൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു എന്നുള്ള പരിപൂർണ വിശ്വാസത്തിൽ പിന്നീട് വാടാത്ത മുഖവുമായി നിൽക്കുന്ന ഹന്നയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് തരുന്നതുവരെയും നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ ദൈവം നമുക്ക് തരുമെന്നുള്ളൊരു ഉറച്ച വിശ്വാസം നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ പിന്നീട് വിലാപത്തോടെ ആയിരിക്കരുത്, സന്തോഷത്തോടെ എനിക്കത് കിട്ടിക്കഴിഞ്ഞു എന്നുള്ള സന്തോഷത്തോടെ ദൈവത്തോട് നന്ദി പറയുവാൻ, ദൈവം നമുക്കത് തരുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ മുൻപിലേക്ക് പോകുവാൻ. നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചു കഴിഞ്ഞൊരു വർഷം ഈ മഹാമാരിയിൽ നിന്ന് വിടുതൽ നൽകണമേ എന്ന് നമുക്കിപ്പോഴും തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കാം. എന്നാൽ അത് കരച്ചിലോടെ ആകരുത്, വിലാപത്തോടെ ആകരുത്, സന്തോഷത്തോടെ ദൈവം അത് തരും, ഞങ്ങൾക്കത് തരുമെന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവ നമുക്ക് തീർച്ചയായിട്ടും തരും. ദൈവം നമ്മെ തീർച്ചയായിട്ടും കരുതും. ഹന്നയുടെ വിശ്വാസം എനിക്കും നിങ്ങൾക്കും ഒരു പാഠമായിരിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥന ജീവിതത്തിൽ തളർന്നു പോകരുത്. നമ്മുടെ പ്രാർത്ഥന ജീവിതത്തിൽ കരഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ദൈവം നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ വ്യസനത്തോടെയുള്ള മുഖമായിരിക്കരുത്, സന്തോഷത്തോടെ വാടാത്ത മുഖം, ഹന്നയുടേതുപോലെ വാടാത്ത മുഖം. അങ്ങനെയെങ്കിൽ ഇസ്രായേലിൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന കേട്ട ദൈവം ഹന്നയ്ക്ക് ഉത്തരം കൊടുത്തത് നമുക്കറിയാമല്ലോ. ബാലകനെ നൽകി
ദൈവത്തോട് ചേർന്നിരിക്കുന്ന വ്യക്തിയായി തീരുവാൻ ദൈവമിടയാക്കി. അതിൻ്റെ മറ്റൊരു ഭാഗം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യന് വേണ്ടിയുള്ള മറുവിലയായി മാറിത്തീർന്നു. അതുകൊണ്ട് പ്രിയ സ്നേഹിത, പ്രിയ സുഹൃത്തെ, ഹന്നയുടെ പ്രാർത്ഥനാ ജീവിതം എനിക്കും നിങ്ങൾക്കും ഒരു പാഠമായി തീരട്ടെ. ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം, ദൈവം നമുക്ക് യാചിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.